Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് സിലുവറ്റ് പെയിൻറ്റിംഗ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ നമ്മളൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കുന്നതാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിത് ബോട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായൊരു പിക്ചർ അത് ഞാൻ ബോട്ടിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കുറച്ച് വലിയൊരു വീതിയുള്ള ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബോട്ടിലിന് മേലെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോം മെയ്ഡ് ഗ്ലൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഏകദേശം 2 ആഴ്ചത്തോളം കഴിഞ്ഞു. അപ്പോൾ അതിന് വേറെ സ്മെല്ലോ ഒന്നും തന്നെ വന്നിട്ടില്ല, നന്നായിട്ട് ഒട്ടുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ കട്ടിങ്സ് ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. മേലത്തെ കുറച്ച് പോർഷൻ ലീവ് ചെയ്തിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ഈ ഒരു പിക്ചറാണ് ഞാൻ ഇന്ന് ബോട്ടിലിൻ്റെ മേലെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഞാൻ ഇതെൻ്റെ സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള നോട്ട്ബുക്കിൻ്റെ പേജാണ്. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഫോണിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രേസ് എടുക്കുകയാണ് ഈ ഒരു പിക്ചർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രേസിങ് പേപ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ മേലെ വെച്ചിട്ട് വരച്ചെടുക്കാം. ട്രേസിങ് പേപ്പർ ഇല്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ത് പിക്ചറായാലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാണ്. ട്രേസിങ് പേപ്പർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഈ ബോട്ടിലിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. 0 സൈസുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഔട്ട്ലൈനൊക്കെ നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വരച്ചെടുക്കാം. 0 സൈസില്ലെങ്കിൽ 1 സൈസുള്ള ബ്രഷ് യൂസ് ചെയ്താലും മതി. അപ്പോഴാണ് നമുക്ക് ഔട്ട്ലൈനൊക്കെ കൃത്യമായിട്ട് വരക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ താഴേക്ക് ഇങ്ങ് ഇറങ്ങി പോകുന്നോളും. അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രണ്ടിൽ കുറച്ച് പൂമ്പാറ്റകൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ പൂമ്പാറ്റകൾ നമുക്ക് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വരക്കണം. അപ്പോൾ ഒന്നിലും നമുക്ക് ട്രേസ് എടുക്കാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഒരു പെന്ന് വെച്ചിട്ടാണ് വരച്ചത്. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഞാനൊരു ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വൈറ്റോ ക്രീമോ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് ഔട്ട്ലൈൻ വരുന്നിടത്ത് വേണം ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൂമ്പാറ്റകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് വെയിൻസ് വരച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ സാധാരണ ബ്ലാക്ക് ബോൾ പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്, ഇതുപോലെ വെയിൻസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു പെയിൻറ്റിങ് ആയാലും നമുക്ക് ഈ ഫോണിൽ ഇതുപോലെ ട്രേസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ ബ്ലൂ വൂളൻ ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് മേലെ വരെ. അതിൻ്റെ ഒരു ചെറിയൊരു 2 പോർഷൻ ഞാൻ ഫ്രണ്ടിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.